പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, ഈ മാധ്യമ സംഭാഷണത്തിൽ സംബന്ധിക്കുന്നത് സമര സമിതിയിൽ നിന്ന് ബഹുമാന്യനായ ഫാദർ ജോൺ ബോസ്കോ, ഫാദർ മൈക്കിൾ തോമസ്, പാട്രിക് മൈക്കിൾ, നിക്സൺ ലോപ്പസ് ഇന്ന് പ്രത്യേകമായിട്ട് ഈ കോൺഫറൻസ് വിളിക്കാനുണ്ടായ സാഹചര്യം, അതിജീവന സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളി സമരത്തെ നിർവീര്യമാക്കാനായിട്ട് നിഗൂഢമായ ധാരാളം ഇടപെടലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ 100 ദിവസമായി നടത്തിവന്ന അതിജീവന സമരത്തെ നിർവീര്യമാക്കാൻ ചില തൽപര കക്ഷികൾ നിഗൂഢമായ നീക്കങ്ങൾ ആരംഭിച്ചതായി കാണുന്നു. വിദേശ ശക്തികളുടെ പ്രേരണയോടും സാമ്പത്തിക സഹായത്തോടും കൂടിയാണ് സമരം നടത്തുന്നതെന്ന ചില മാധ്യമങ്ങളുടെ കൂടെ പ്രചരണം അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. വിദേശത്ത് നിന്നും സംഭാവനകൾ സ്വീകരിക്കാൻ കർശനമായ നിബന്ധനകളാണ് ഇന്ത്യയിലുള്ളത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതി അനിവാര്യമാണ്. ഡൽഹിയിൽ തന്നെയുള്ള SBI ശാഖയിൽ ഇതിനായി അക്കൗണ്ട് പ്രവർത്തിപ്പിക്കണം. ഓരോ വർഷത്തിലും കണക്കുകൾ ആഡിറ്റ് ചെയ്ത് സമർപ്പിക്കണം. ഒരു സംഘടനയ്ക്ക് ലഭിക്കുന്ന തുക മറ്റൊരു സംഘടനയ്ക്ക് കൈമാറാൻ പാടില്ല എന്ന് ഈ അടുത്ത കാലത്ത് നിബന്ധനകൾ വന്നിട്ടുണ്ട്. അങ്ങനെ സമരത്തിനായി ഏതെങ്കിലും സംഘടനകൾ തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ഈ SBI, ഡൽഹിയിൽ പ്രവർത്തിപ്പിക്കുന്ന SBI വഴിയും അതുപോലെ തന്നെ FCR രജിസ്ട്രാർ വഴിയും ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വളരെ സുതാര്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ധാരാളം ദുഷ്പ്രചരണങ്ങളാണ് ഈ സമരത്തെക്കുറിച്ചും ഈ സമരം മറ്റേതോ വിദേശ ശക്തികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നത്. ഇത് ഞങ്ങളെ നിർവീര്യമാക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതാനുഭവമാണ്. അവരുടെ തീരങ്ങൾ, കളിച്ചു വളർന്ന വീടുകൾ ഒക്കെ തകർന്ന് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒക്ടോബർ 27-ാം തീയതി മത്സ്യത്തൊഴിലാളി സമരത്തിൻ്റെ 100-ാം ദിനത്തിൽ ഐഡൻറ്റിറ്റി കാർഡ് പോലും ധരിക്കാത്ത അദാനിയുടെ തന്നെ ഏജന്റുമാർ, ഇവർ മുമ്പും ഈ സമരപ്പന്തലിലൊക്കെ വന്ന പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയാൻ നടത്തിയ ശ്രമങ്ങളാണ് നമുക്കൊക്കെ വളരെ ദുഃഖകരമായ അനുഭവത്തിലേക്ക് പോയത്. അക്കാര്യത്തിൽ ഈ സമരസമിതി നിങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ട 7 കാര്യങ്ങളിൽ 6 എണ്ണം അംഗീകരിച്ചെന്നാണ് സർക്കാർ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും സമരത്തിൻ്റെ വീര്യം കെടുത്താനുമുള്ള നീക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. യഥാർത്ഥത്തിൽ 7 ആവശ്യങ്ങളിൽ ഒന്നുപോലും ന്യായമായി പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങളൊരു ആവശ്യം പറഞ്ഞത് തമിഴ്നാട്, നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 25 രൂപയ്ക്കാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. അതുപോലെ 300 ലിറ്റർ മണ്ണെണ്ണ അവർക്ക് ലഭിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് അത്രയും മണ്ണെണ്ണയൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ കാര്യത്തിൽ 1 ഇഞ്ച് പോലും സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല. ഇങ്ങനെ വഴുതി മാറുകയാണ് സബ്സിഡിയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ്, ഓഖി ചുഴലിക്കാറ്റിന് ശേഷം ആകാശത്ത് കാർമേഘം കാണുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് പറഞ്ഞു.
അങ്ങനെ ദീർഘം 65 ദിവസം 100 ദിവസമൊക്കെ കടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്ത മത്സ്യത്തൊഴിലാളികൾ, അപ്പോൾ അവർക്കൊരു മിനിമം വേതനം നൽകണമെന്ന് പറഞ്ഞിട്ട് അതും ഇപ്പോൾ ഒഴുക്കം മട്ടിൽ വഴിമുട്ടി, ചർച്ചകളൊക്കെ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ്. കടലിൽ നിർമ്മിക്കുന്ന പുലിമുട്ട് നിർമ്മാണം കാരണം ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കാരണമാണ് ഈ തീരദേശത്ത് വലിയതുറയിലും ശംഖുമുഖത്തും അതോടൊപ്പം കൊച്ചുതോപ്പിലും തോപ്പിലും വെട്ടുകാടും കണ്ണാന്തുറയിലുമൊക്കെ വീടുകൾ നഷ്ടപ്പെട്ടത്. ഇവർക്കൊക്കെ അവർ കരം കൊടുത്തുകൊണ്ടിരുന്ന 2 സെൻറ്റ് വസ്തു, 3 സെൻറ്റ് വസ്തു, 5 സെൻറ്റ് വസ്തുക്കളും നല്ല വീടുകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വികസനത്തിന് വേണ്ടി വസ്തു എടുക്കുന്ന രീതിയിൽ ഇപ്പോൾ തീരദേശ ഹൈവേ, നാഷണൽ ഹൈവേ അവർക്കൊക്കെ വലിയ തുക കോമ്പൻസേഷനായിട്ട് കൊടുത്താണ് വീടൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വികസനത്തിന് വേണ്ടി സ്വന്തം വീടും സ്വന്തം ഭൂമിയുമൊക്കെ നഷ്ടപ്പെട്ടവർക്ക് തത്തുല്യമായി കോമ്പൻസേഷൻ നൽകി വീട് നൽകണമെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോഴും പുനർഗേഹം പദ്ധതിയിൽപ്പെടുത്തി വീടുകൾ വെച്ച് കൊടുക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുത ഇതാണ്: സർക്കാർ ഈ പറഞ്ഞിരിക്കുന്ന ശംഖുമുഖത്തൊക്കെ നടന്നിരിക്കുന്ന തീരശോഷണം കണ്ണു തുറന്ന് നോക്കിയിട്ടില്ല. അതിപ്പോഴും പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് ഈ വീടുകളും ഇത്രയും അധികം തീരവും പോയിട്ടുണ്ട്. ശാസ്ത്ര സമൂഹമൊക്കെ ഒന്നടങ്കം പറഞ്ഞു വച്ചിട്ടുണ്ട് ഈ തീരശോഷണം പുലിമുട്ട് വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ടി നടത്തുന്ന പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാനായിട്ട്, അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് തൊട്ട് താഴെ തീരദേശത്ത് വസിക്കുന്ന ആളുകളെയൊക്കെ പുനരധിവസിപ്പിക്കാനായിട്ട് വാടക ഇനത്തിൽ 5500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരാളുകളും ഇതുവരെയും ഒരു വീട് ലഭിച്ച് പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അന്തസ്സായിട്ട് അവരെ പുനരധിവസിപ്പിക്കാനായിട്ട് വാടക നൽകണമെന്ന് പറഞ്ഞിരുന്നു. കൂടാതെ മുതലപ്പുഴയിൽ നിർമ്മിച്ചതും, മുതലപ്പുഴ ഇപ്പം മരണപ്പുഴയായി, അതുപോലെ വിഴിഞ്ഞത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അദാനി പോർട്ട്, ആ പോർട്ട് നിർമ്മാണം തന്നെ വളരെ അശാസ്ത്രീയം മാത്രമല്ല, നൽകിയിരുന്ന നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് കടലിൽ മുഴുവനും കല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവനും തൊഴിലും ഒക്കെ വലിയ നാശത്തിലാണ്. ഈ പ്രശ്നങ്ങൾ പഠിക്കാൻ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുള്ള നാട്ടറിവും വിദഗ്ധ അറിവുകളുമുള്ള മത്സ്യത്തൊഴിലാളികളെ കൂടെ ഉൾപ്പെടുത്തി പഠനം നടത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അത് സർക്കാർ യോഗങ്ങളിൽ സമ്മതിച്ചതുമാണ്. പക്ഷേ ഒരു ഉത്തരവായിട്ട് വന്നപ്പോൾ ആ രീതിയിലുള്ളൊരു സമീപനവും കണ്ടില്ല. ഒപ്പം പിന്നീട് മുതലപ്പുഴയുടെ കേടുപാടുകൾ അല്ലെങ്കിൽ അശാസ്ത്രീയമായ നിർമ്മാണം പരിഹരിക്കുന്നതിനും ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുമ്പോൾ ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞത് അതും നടന്നിട്ടില്ല. അപ്പോൾ ഇത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉത്തരവുകൾ ഇറക്കിയെന്ന് പറയുന്ന ഒരു പാഴ്മൊഴിയാണ്. മൗലിക അവകാശങ്ങളും തദ്ദേശീയ ജനസമൂഹമായ ഇൻഡിജിനസ് പീപ്പിൾ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ പരാജയപ്പെടുത്താൻ പരസ്യമായി ജാതി, മത, വർഗീയ, രാഷ്ട്രീയ സംഘടനകളെ ഇളക്കിവിട്ട് എതിർ സമരം നടത്താൻ പ്രോത്സാഹനം സർക്കാരും പിണിയാളുകളും നൽകിക്കൊണ്ട് മുന്നോട്ട് വച്ചിട്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച ഒരു പഠനം നടത്തണമെന്ന്. അതിന് മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഇനിയും അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതാണ്. അതെന്തുമാത്രം ആഘാതം ജനജീവിതത്തിനും തീരദേശത്തിനും തീരദേശ ജനതയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഉണ്ടാകുമെന്ന് കൂടി പഠിക്കുകയാണ്. ഈ പഠനം വളരെ ജനകീയമായിട്ടാണ്, ഒരു ക്രൗഡ് ഫണ്ടിങ്, മത്സ്യത്തൊഴിലാളികൾ, മത്സ്യ ഉപാസകർ, അതോടൊപ്പം പ്രാദേശിക സംഘടനകൾ, പൊതുജനങ്ങൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടെ സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പഠനം ആരംഭിക്കുന്നത്. താഴെ പറയുന്ന വിദഗ്ധരാണ് ഈ പഠനത്തിൽ ഏർപ്പെടുന്നത്: ഡോക്ടർ K.
KV തോമസ്, ജനകീയ പഠന സമിതിയുടെ അധ്യക്ഷൻ, മുൻ ഡീൻ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. അതുപോലെ ഡോക്ടർ ജോൺ കുര്യൻ, അദ്ദേഹം CDSൽ ആയിരുന്നു. തീരപ്രദേശവുമായി വളരെ ആത്മബന്ധമുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ ടെറി മച്ചാഡോ, മുൻ ശാസ്ത്രജ്ഞൻ, കേന്ദ്ര ഭൗമ ശാസ്ത്ര പഠന കേന്ദ്രം. ഡോക്ടർ KG താര, മുൻ മെമ്പർ, ദുരന്ത നിവാരണ അതോറിറ്റി, കേരള സർക്കാർ മുൻ മേധാവി, ദുരന്ത നിവാരണ കേന്ദ്രം. ബഹുമാനപ്പെട്ട D പാപ്പച്ചൻ, മുൻ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ്, എറണാകുളം. ശ്രീ പ്രബീർ ബാനർജി, പ്രസിഡന്റ്, പോണ്ടിക്കാൻ, പോണ്ടിച്ചേരിയിൽ ഈ തീരവും തണ്ണീർത്തടങ്ങളും അവിടുത്തെ പോർട്ട് സൃഷ്ടിച്ചാഘാതങ്ങളുമൊക്കെ പഠിച്ച ഒരു വിദഗ്ധനാണ്. അതോടൊപ്പം തന്നെ ശ്രീമതി സരിത ഫെർണാണ്ടസ്, സ്വതന്ത്ര നയരൂപീകരണ ഗവേഷണ, തീര പരിപാലനവും UN കടൽ നിയമങ്ങളും ഒക്കെ പഠിച്ചു വിദഗ്ധ ആയ ഗോവയിൽ നിന്നുള്ള പ്രതിനിധികൾ. ഈ പഠനം നവംബർ 1 ആരംഭിച്ച് ജാനുവരി മാസം 31 ബഹുജനങ്ങളുടെ അഭിപ്രായങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ, തീരദേശവാസികളുടെ അഭിപ്രായങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകരുടെയൊക്കെ അഭിപ്രായങ്ങൾ സമാഹരിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നതാണ്. അത് പൊതുജനങ്ങളുടെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അനുമതിയുമായിട്ട് തന്നെ ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ സർക്കാർ പറയുന്നത് 7 ആവശ്യങ്ങളിൽ കൂടുതലിലേക്ക് ഈ സമരസമിതി വരുന്നു എന്നുള്ളതാണ്. ഉന്നതാധിവാസം പറഞ്ഞിരുന്നു. അതിനനുസൃതമായി മുട്ടത്തറയിൽ ഫ്ളാറ്റ് നിർമ്മിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. നവംബർ ആദ്യവാരത്തിൽ കല്ലിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനിടെയാണ് 3 സെന്റ് കൂടി വേണം ഭൂമി പതിച്ചു നൽകണമെന്നൊരു ആവശ്യം സമരസമിതി പറയുന്നത്. കൂടുതൽ ആവശ്യങ്ങളിലേക്ക് പോയാൽ ഇത് വഴിമുട്ടും എന്നതാണ് സർക്കാർ പറയുന്നത്. ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതല്ലേ എന്നുള്ളതാണ്. അല്ല, ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ ആളുകൾക്ക് സ്വന്തമായി വസ്തുവും വീടും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർക്ക് തത്തുല്യമായി കോമ്പൻസേഷൻ നൽകിക്കൊണ്ട് വീടുകൾ വെച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. തത്തുല്യമായി കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി എടുക്കുന്ന ആ മാതൃകയിൽ ചെയ്യണമെന്ന് ആദ്യമേ പറഞ്ഞിരുന്ന കാര്യമാണ്. അല്ലാതെ ഇത് പുതിയ നിർദ്ദേശമൊന്നുമല്ല. ഓഗസ്റ്റ് മാസം 19 നടന്ന ആദ്യത്തെ ചർച്ചയിൽ അതെ. മാത്രമല്ല, അവിടെ ഇപ്പോൾ മുട്ടത്തറയിൽ നിർമ്മിച്ചിരിക്കുന്ന ഫ്ലാറ്റ് 500 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൂട്ടി ചെയ്ത് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പലതും ചോർന്നൊലിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഈ കുടുംബങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അവരുടേതായ സ്വന്തം വീടും സ്ഥലവും ഉണ്ടായിരുന്നു. അത് അന്ന് തന്നെ പറഞ്ഞില്ല. അല്ല, നേരിട്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല. ഈ ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണൂർ മുതൽ തലസ്ഥാനത്ത് നിന്നൊക്കെ തന്നെ ധാരാളം ആളുകൾ ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത്തരം ആളുകളൊന്നും ഈ സമരത്തിൻ്റെ ഭാഗമല്ല. സമരത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ഒരു സമരസമിതിയുണ്ട്. ഈ സമരസമിതിയോട് ചേർന്ന് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെ തദ്ദേശീയരല്ല എന്ന് വരെ പ്രസ്താവന നടത്തിയ മന്ത്രിമാരിവിടെ ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പൊഴിയൂർ മുതൽ വർക്കല വരെയുള്ള മത്സ്യത്തൊഴിലാളി സമൂഹമാണ്. ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ മറ്റ് 13 ജില്ലകളിൽ നിന്നും ഈ കഴിഞ്ഞ 19-ാം തീയതി ഐക്യദാർഢ്യ സമ്മേളനങ്ങളും സമരങ്ങളും നടന്നതാണ്. അപ്പോൾ അത് എനിക്കറിയില്ല എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തോ
ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സമരത്തിന് വേണ്ടി ആരെങ്കിലും വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നവരെയൊക്കെ അങ്ങനെ എളുപ്പത്തിൽ വിദേശ ഫണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥയിൽ സാധിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായ FCRA റെഗുലേഷനും ആ റെഗുലേഷൻ അനുസരിച്ച് ഒറ്റ ബാങ്കിലാണ്, ഈ 2 വർഷത്തിന് മുമ്പാണ് ഇങ്ങനെ ഒറ്റ ബാങ്കിലേക്ക് ഈ തുകകളെല്ലാം വരുന്നത്. എളുപ്പം ട്രേസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണെന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. പ്രാഥമിക വിവരശേഖരണം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ചേംബർ ഓഫ് കൊമേഴ്സ് പരാതി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാസം മോമെൻസിക്ക്. അവരിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട്, സഖ്യടക്കമുള്ള സംഘടനകൾ. അപ്പോൾ ആ സംബന്ധിച്ച് അതിരൂപതയോ അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? IPO-കളൊക്കെ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ചോദ്യമോ ആ നിലയിൽ അന്വേഷണം വന്നിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണവും വന്നിട്ടില്ല. പക്ഷേ ഈ അനാവശ്യമായ ഒരുപാട് നടപടികൾ ഈ പറഞ്ഞിരിക്കുന്ന ഉൾനാട്ടിൽ താമസിക്കുന്ന ചില പള്ളികളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സെക്രട്ടറി ആരാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അന്വേഷണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കാണുന്നത്. ഈ അവിടെ വന്ന മിക്കവാറും വാഹനങ്ങൾ മാത്രമല്ല, അഭിമന്യ പിതാക്കന്മാരുൾപ്പെടെ ജസ്റ്റ് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് വന്ന അവരുടെയൊക്കെ വാഹനത്തിന് ഡ്രൈവർമാർക്ക് അതാണിപ്പോൾ നടക്കുന്നത്. ഈ അന്വേഷണത്തിനൊന്നും ഞങ്ങൾ ഭയപ്പെടുന്ന ആളുകളല്ല. പക്ഷേ അനാവശ്യമായി ആളുകളിൽ ഭയം ജനിപ്പിക്കുകയും ആളുകളെ ഇതിലേക്ക് വരാതിരിക്കാൻ വാഹനങ്ങളെ ഈ സമരവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാതിരിക്കാനുള്ള വളരെ വളരെ ഈ പറഞ്ഞിരിക്കുന്ന നിഗൂഢമായ നീക്കങ്ങളാണ് ഇവിടെ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പ്രകോപനം അവിടെ ഉണ്ടാകാൻ ഒരു കാര്യമില്ലായിരുന്നു. അവിടെ വന്നിറങ്ങിയ DCP അദ്ദേഹം മുമ്പും അവിടെ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറവിൽ ഒരു ഫോട്ടോഗ്രാഫർ, യഥാർത്ഥത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്താൽ മതി, അത് മറച്ചു വെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകനെന്നാണ് പൊതുജനങ്ങൾക്ക് കൊടുത്തത്. അതാണ് പ്രകോപനം സൃഷ്ടിച്ചത്. ഞാൻ ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റത്തെ ന്യായീകരിക്കുന്ന ആളല്ല, അംഗീകരിക്കുന്ന ആളുമല്ല. ഞാനതിന് ഖേദം പ്രകടിപ്പിച്ചു. അത് മാത്രമല്ല, അതിൻ്റെ വസ്തുതകളൊക്കെ ഞാൻ പരിശോധിച്ച് വരികയാണ്. ആ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രണങ്ങളില്ലാത്ത ഈ ഒരു ക്രൗഡാകുമ്പോൾ ആളുകളുമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കുകയാണ്. പരിശോധിച്ച് തീർച്ചയായിട്ടും ഈ ഞങ്ങൾ ആദ്യം മുതൽ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ജീവിക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ എന്ന നിലയിലും സമാധാനപരമായും നടത്തണം എന്ന ആ ഇച്ഛാശക്തിയോടുകൂടി തന്നെയാണ് നടത്തിയത്. അല്ലാതെ പ്രകോപനങ്ങൾ ഒരിക്കലും സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഹൈക്കോടതി വിധി വന്നിട്ടുണ്ടല്ലോ, കോടതി ഇലക്ഷനിൽ കർശന നിർദ്ദേശം എന്നുള്ളതാണ്. സമരക്കാർ വളരെ വേഗം സമരബന്ധം പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് കോടതിയുടെ വിധിയിലുള്ളത്. അത് സംബന്ധിച്ച് എന്തൊരു തീരുമാനമാണ് ഇത്? നമ്മൾ സമാധാനപരമായി സമരം നടത്താൻ കോടതി പറയുമ്പോൾ അകത്ത് കയറുന്നത് വീണ്ടും കൂടുതൽ പ്രശ്നം കോടതിയിലല്ലാത്ത പ്രശ്നമായി. അല്ല, കോടതിയുടെ വിധി അവസാനത്തെ പേപ്പർ ഞാൻ കണ്ടതാണ്. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശങ്ങളൊന്നും നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിന് പണി ചെയ്യാനുള്ള അവകാശങ്ങളും നിഷേധിക്കുന്നില്ല. അവിടെ പണി ഈ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നടന്നിരിക്കുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞു, ഞങ്ങളിരിക്കുന്നതിനേക്കാളും വലിയ വഴി അവിടെ കിടപ്പുമുണ്ട്. ആ വഴിയിൽ ഇത് അദ്ദേഹത്തിന് ഈ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാമായിരുന്നു. പക്ഷേ ഈ വാഹനം ആ റോഡ് വഴി ഈ പറഞ്ഞിരിക്കുന്ന പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ സാധിക്കാത്ത വിധം അദ്ദേഹം ടെട്രോ പാഡുകളുണ്ട്, ആ വഴികളൊക്കെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞു പണി നടക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യമുള്ളത്, ഒന്ന് അതിനുള്ളിലാണ് ഇപ്പോൾ സമരം, ഒരു വിഭാഗം നടത്തുന്നത്. ഒന്ന് അത് പദ്ധതി പ്രദേശമാണ്. രണ്ട്, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ ഉടൻ തന്നെ സമരക്കാരത്തെ നടത്താൻ കഴിയില്ല എന്നാവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിന് സമാനമല്ല. അല്ല, ഇതിനകത്തുള്ളൊരു വിഷയം ഈ നിർമ്മാണം മാത്രമല്ല, ഞങ്ങൾ ഈ നിർമ്മാണം സൃഷ്ടിക്കാവുന്നുള്ള ഭയാനകമായ ആഘാതം. കോടതി വിധി അങ്ങനെ ഒരു അന്തിമ വിധിയായിട്ട് വന്നിട്ടില്ല. ഞങ്ങളും റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്.
ഞങ്ങളുടെ ആവലാതികൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തന്നെ 126 മത്സ്യത്തൊഴിലാളികൾ ചേർന്നാണ് ഈ ആക്ഷേപം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ മുമ്പിൽ. അപ്പോൾ തീർച്ചയായിട്ടും ആ റിട്ടും ഈ അദാനിയുടെ റിട്ടിനോട് കൂടെ പരിഗണിക്കാം. ഈ പദ്ധതി പ്രദേശത്തിനുള്ളിലൊക്കെ കുടിൽകെട്ടിയൊരു സമരം ഉണ്ടല്ലോ 4-5 ദിവസമായിട്ട്, അത് ഈ മോഡൽ തന്നെ തുടരും? അല്ല, സമരം എപ്പോഴും സമരത്തിന് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായി കേട്ടിട്ടുള്ളതാണ്. ഈ ഭരണപക്ഷത്ത് നിന്ന് തന്നെ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന്. അപ്പം ന്യായമായ ആവശ്യങ്ങൾ ന്യായമായി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഇതാ ചോദ്യം. നീക്കങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അങ്ങനെ ന്യായമായി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിത്തീർന്നാൽ തീർച്ചയായിട്ടും ഈ സമരം സംബന്ധിച്ചൊക്കെ സമരം അത് ഇപ്പോൾ തൊഴിലാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അന്ന് 100ാം ദിനത്തിൽ യഥാർത്ഥത്തിൽ ഈ പോർട്ടിൻ്റെ പ്രധാന കവാടത്തിലാണ് സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ ഇരിക്കുന്നു, പോകത്തില്ല എന്ന് പറഞ്ഞത്. ഞങ്ങളൊക്കെയാണ് അവരെയൊക്കെ വിളിച്ച് തിരിച്ചു വിട്ടത്. അപ്പോൾ തൊഴിലാളികൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമരമാണ്. ആ സമരം അവരുന്നയിക്കുന്നതിൽ ധാരാളം കാര്യങ്ങൾ, വസ്തുതകൾ പദ്ധതി പ്രദേശത്തിനുള്ളിൽ കയറി ഒരു മത്സ്യത്തൊഴിലാളികൾ ഇരിക്കുന്ന സമരക്കാരിരിക്കുന്നു, അത് വളരെ ഗൗരവമുള്ള കാര്യം എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഈ പദ്ധതി പ്രദേശം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട് അവരുടെ ജന്മാവകാശമായി ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കോടതിയുടെ വിധിയുണ്ട്. പക്ഷേ അതാ പറഞ്ഞത്, മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട സ്ഥലമെന്ന് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ധിക്കാരപരമായി ഇവിടെ നമ്മൾ പറയുന്ന ബിസിൽ പോലുള്ള ഏജൻസികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന രൂപരേഖയ്ക്ക് അനുസൃതമായിട്ടല്ല പണികൾ നടക്കുന്നത്. രൂപരേഖയൊക്കെ വിട്ട് അതാ പറഞ്ഞത് ചിലപ്പോൾ 2 വർഷം പോലും കഴിയേണ്ടി വരില്ല. ഈ പറഞ്ഞിരിക്കുന്ന നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ ആഴം ഏകദേശം 2.5 മീറ്റർ ആയെന്നാണ് പറയുന്നത്. ഈ മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ മൗത്തിലുള്ള ആഴം 2.5 മീറ്റർ ആയെന്നാണ് പറയുന്നത്. 2.5 മീറ്റർ എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന വലിയ അപകടത്തിനുള്ള സാധ്യതയാണ്. ആ മത്സ്യബന്ധന തുറമുഖത്തിൽ നിന്ന് ഇനി ഒരിക്കലും മത്സ്യബന്ധനം സാധ്യമാകാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. ഇത് തന്നെ ഈ മുതലപ്പുഴയിലെ അപകടങ്ങൾ തന്നെ ഈ നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിൽ സംഭവിക്കും എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക്. അത് അവരുടെ കൃത്യമായ അനുഭവം, അവിടെ ഇട്ടിരിക്കുന്ന ബോയ പോലുള്ള കാര്യങ്ങളൊക്കെ അവർ വന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് അവർ പ്രകോപനപരമായി എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. എന്തേ ഈ വൈദികർ അല്ല ഞങ്ങൾ അല്ല അവിടെ ഉണ്ടായ
അതെ, അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ന്യായീകരിക്കുന്നില്ല. പക്ഷേ അതേസമയം അവിടെ ഉണ്ടായ ഈ പ്രകോപനത്തിൻ്റെ ഫലമായി പിന്നെ ഞാൻ ദൃശ്യങ്ങളിൽ ധാരാളം അച്ഛന്മാർ ഈ ആളുകളെ നിയന്ത്രിക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങൾ വലുതായിട്ട് കണ്ടു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് കരയിൽ വന്നവരൊക്കെ ഇങ്ങോട്ട് വന്നു. അവരെയൊക്കെ വളരെ ആത്മാർത്ഥമായ, വളരെ ശ്രമകരമായ, ഞാൻ വളരെ പിന്നാലെയാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് എന്ത് വില കൊടുത്തും ഈ പറഞ്ഞിരിക്കുന്ന പോലെ മറ്റൊരു തരം നടപടികളിലേക്ക് പോകാതിരിക്കാത്തക്ക രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് നിയന്ത്രിച്ച് ആളുകളെ പറഞ്ഞയച്ചവരുണ്ട്. അതേസമയത്ത് തന്നെ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിശോധിക്കും. അല്ല, ഞാനത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ആദ്യമേ തന്നെ 10 മണിക്ക് തന്നെ ധാരാളം ആളുകൾ വന്നെത്തുന്നതിന് മുമ്പ് തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും ഈ പറഞ്ഞിരിക്കുന്ന പന്തൽ കേന്ദ്രീകരിച്ചുള്ള പരിപാടികളാക്കി മാറ്റിയത്. അതുകൊണ്ട് എൻ്റെ അന്ന് വാസ്തവത്തിൽ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നില്ല, മുതലപ്പുഴയിലുണ്ടായിരുന്നു, വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുൻസിങ്ങളുടെ നിർദ്ദേശാനുസരണം നിങ്ങൾക്ക് പരിചയമുള്ള മുതിർന്ന വൈദികരെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് പോയി. കാരണം ഇതിനകത്ത് ഉദാഹരണത്തിന് ഞാൻ ഉൾപ്പെടെ മുതലപ്പുഴയിലാണ് പോയത്. മോൻസിംഗർജിയും അതെ, ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു ചെറിയ ഈ പ്രകോപനം തീർച്ചയായിട്ടും ഉണ്ടായി. പക്ഷേ ഞങ്ങളൊക്കെ അവിടെ വന്നു കിടന്നപ്പോൾ എടുത്ത വളരെ ശ്രമകരമായ ഇടപെടലിലൂടെയാണ് ഈ നിങ്ങൾ കാണാത്ത ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്ത് കരയിൽ വന്നിട്ട് ഈ സ്ഥലത്തേക്ക് പ്രകോപിതരായി വരുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ നിയന്ത്രിക്കാത്ര എളുപ്പമായിരുന്നില്ല. തീർച്ചയായിട്ടും ആ സമയത്തൊരു പ്രകോപനം ഉണ്ടായി. ആ പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ പ്രതികരിച്ച്, അതിനകത്ത് അച്ഛൻ പ്രതികരിച്ചതിന് നമ്മൾ ന്യായിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ വികാരപരമായി വരുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്നത് അത് മത്സ്യത്തൊഴിലാളികളാണ്. അതെ, പക്ഷേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സുഹൃത്ത് പറഞ്ഞത്, ആദ്യ ഫേസിൽ നമ്മളവിടെ സമരം തുടങ്ങുന്ന മുണ്ടൂർ സമരപ്പന്തലിൽ ശരിക്കും പറഞ്ഞാൽ 1-2 മാധ്യമപ്രവർത്തകർ അല്പം മദ്യപിച്ചിരുന്നപ്പോൾ അവിടെ ഇടയ്ക്ക് കയറി നിന്ന് അവർക്ക് വേണ്ടി മാധ്യമ സുഹൃത്തുക്കളെ ഒന്ന് സംരക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന വളരെ സജീവമായിട്ട് ഇടപെട്ട ഒരാളെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ, ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഒരിക്കൽ പോലും മാധ്യമങ്ങൾക്കെതിരെ തിരിയുവാനായിട്ട് സംസാരിച്ചിട്ടില്ല. അത് ഞങ്ങൾ ഒത്തിരി പ്രയാസം അനുഭവിച്ചിട്ടാണെങ്കിലും മോൻസിംഗർ പറഞ്ഞതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ, ഈവൻ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജനങ്ങൾ നേരിട്ട് ഇത് ഒരു ബന്ധം വരാത്ത രീതിയിൽ ഒത്തിരിയേറെ പ്രയത്നം ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാതെ പോകും. നമ്മൾ ഒരിക്കലും അങ്ങനെ ബോധപൂർവം മാധ്യമ പ്രവർത്തകരോടോ ഈവൻ പോലീസ് ഉദ്യോഗസ്ഥരോടോ ഒരു പ്രകോപനം ഉണ്ടാകാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഒരു നിർദ്ദേശവും കൊടുത്തില്ല, അങ്ങനെ പറയാറില്ല. പലതരം സാഹചര്യങ്ങൾ വരുന്നവരെ ഇവരുടെ ചിലരുടെ സംസാരം ഒരേ ടോണാണ്. ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ അച്ഛന്മാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ല ഇവർ പിടിക്കുക. അവർ പറയുന്നത് ഇപ്പോഴാണോ വരുന്നതെന്ന് ചോദിച്ചിട്ട് ആ തരത്തിൽ ചില പ്രയോഗങ്ങളായിരുന്നു. എന്നിട്ടാണ് ഈ ആക്രമിക്കാനൊക്കെ ശ്രമിക്കുന്നത്. വൈദികരങ്ങനെ കൂട്ടത്തോടെ വൈദികരൊന്നുമില്ല. ചില ഒറ്റപ്പെട്ട ചില അനുഭവത്തിൻ്റെ വെളിച്ചം വേറെ അല്ല. വൈദികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ആ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി നോക്കി കണ്ടതാണ്. ഞാനത് കേട്ടു. പക്ഷേ അത് ഒരാളാണ്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഒരാളാണ്.
പക്ഷേ അവിടെ ഒരുപാട് പേര് ഈ വന്ന ക്രൗഡിനെ നിയന്ത്രിക്കാൻ വളരെ ശ്രമകരമായി ഇടപെടുന്ന ഞാൻ കണ്ടതാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ ഇടപെടലുകൾ നടത്തിയതുകൊണ്ടാണ് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ പോയത്. അപ്പോൾ അതിനകത്ത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഈ ഞങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും ഞാനൊക്കെ ഈ പൊതുസമൂഹത്തോട് ചേർന്ന് നടക്കുന്ന ആളുകളാണ്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും വളരെ കൃത്യമായി ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ, പ്രകോപനപരമായ ശ്രമങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സമരമുഖത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ന്യായീകരിക്കില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രകോപനപരമായ അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ആരെയും പ്രകോപിപ്പിക്കാനല്ല, അതുപോലെ മറ്റു കാര്യം ഈ പോർട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ല, പക്ഷേ ഞങ്ങളുടെ ന്യായമായ നിലനിൽപ്പിനുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ സമരം നടക്കുന്നത്. ആ സമരം നടക്കുന്ന പ്രക്രിയയിൽ ധാരാളം ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ധാരാളം ആളുകൾ ഞങ്ങളെ വളരെ വളരെ ഒരുതരം നിരുത്സാഹപ്പെടുത്തുകയും ഞങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ധാരാളം ശ്രമം 89 കേസുകളാണ്. അതിനകത്ത് ധാരാളം കേസുകൾ. ഞാൻ ഈ ബാരിക്കേഡ് ഈ പറഞ്ഞിരിക്കുന്ന ഷെഡ് കഴിഞ്ഞ് ഒരിക്കൽ പോലും പുറത്തു പോയിട്ടില്ല. എനിക്കെതിരെ 40-ലേറെ കേസുകളുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെ നിർവീര്യമാക്കാനായിട്ട് ഈ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും വ്യവസ്ഥകളിൽ നിന്നും അത് പല സന്ദർഭത്തിലും മത്സ്യത്തൊഴിലാളികൾ ഓഗസ്റ്റ് മാസം 10-ാം തീയതി സെക്രട്ടേറിയറ്റിൽ പഠിക്കൽ വരുമ്പോൾ അവരുമായി കൃത്യമായി ധാരണയുണ്ടാക്കിയ റൂട്ടുകൾ നിശ്ചയിച്ചതിന് ശേഷം അന്ന് വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ധാരാളം ഇടപെടലുകളും അവരെ ഈ പറഞ്ഞിരിക്കുന്ന റോഡ് വഴികളിലൊക്കെ ഇരിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെ ബഹുമാനത്തോടു കൂടി കാണുമ്പോഴും പക്ഷേ ഈ ആളുകളുടെ ഇടയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ധാരാളം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അന്നും ഉണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞിരിക്കുന്ന ചില ആളുകളൊക്കെ അവരുടെ ഈ നിയന്ത്രണത്തിൽ നിന്ന് അവിടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ അത് ഒളിഞ്ഞും തെളിഞ്ഞും പല സന്ദർഭത്തിലുണ്ടായിട്ടുണ്ട്. എന്തേ? അതെ. അല്ല, സമരം ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ പോലീസ് ഇടപെടലുകൾ വരും. ആ ഇടപെടലുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ അതിനെ ന്യായമായിട്ട് ഉൾക്കൊള്ളും. അല്ലാതെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾ സമരം കോടതിയുടെ ഉത്തരവ് കൃത്യമായിട്ട് വരട്ടെ. അതെന്താണ്? എന്തേ? അല്ല, കോടതി പുളി എന്ന് പറയുന്നത് മാത്രമല്ല, കോടതി ഞങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശവും തരുന്നുണ്ട്. അതുപോലെ ഇൻഗ്രസ് എന്നാണ് പറയുന്നത്. ഇൻഗ്രസ് അവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവും താനും. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പണി നടക്കുകയും പിന്നെ പണി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ്. അവിടെ പണി നടക്കുന്നുവെന്നല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് പണി നടത്തുന്നതും നടത്താത്തതുമല്ല. ഞങ്ങൾ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ 7 ആവശ്യങ്ങൾ സംബന്ധിച്ച് സർക്കാരും ഇങ്ങനെ ഒരുതരം ഒഴുക്കം മട്ടിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ സമീപനം ഞങ്ങൾ ഉൾക്കൊള്ളത്തില്ല. ഞങ്ങളുമായി അന്തസ്സായി ചർച്ച ചെയ്ത് കാര്യങ്ങളിൽ മേലൊരു തീർപ്പുണ്ടാക്കുന്ന ഒരു ആവശ്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല.